നമ്മൾ ഇതിനെ അഡ്രസ്സ് ചെയ്യണം, ഇത് സോൾവ് ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, സമാധാനം ഇവിടെ പുലരണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന UDFന്റെ പ്രതിനിധിയോടും കൂടി എനിക്ക് ചോദിക്കാനുള്ള കാര്യമാണ്. നിങ്ങൾ പറഞ്ഞല്ലോ ഇവിടെ വലിയ പ്രശ്നങ്ങൾ മാറ്റങ്ങളൊക്കെ ഉണ്ടാവുന്നു, പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ഇപ്പൊ അത് വീണ്ടും പ്രശ്നമാകുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ ആർട്ടിക്കിൾ 370 അത് പുനഃസ്ഥാപിക്കും എന്ന് പറഞ്ഞ് നടന്ന ആളാണ് നിങ്ങൾ, ഈ ഇവിടുത്തെ രാഹുൽ ഗാന്ധി അടക്കമുള്ളത്. ഇന്നലെ നമ്മൾ ചോദിച്ചതാണ്. അപ്പൊ നിങ്ങളോടും എനിക്ക് ചോദിക്കാനുള്ളത് തന്നെയാണ്, ഈ ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കും എന്ന് പറയുന്ന വാദം ഇപ്പോഴും നിങ്ങൾ ഇവിടെ ഉറച്ചു നിൽക്കുന്നുണ്ടോ, അതോ നിങ്ങൾ അതിൽ നിന്ന് വിട്ടോ? എന്താണ് നിങ്ങൾ അതിനകത്ത് ഉള്ള നിലപാടെന്ന് നിങ്ങൾ പറയണം. അതല്ലാതെ ഇത് വെറുതെ കാടടച്ച് വെടിവെച്ചുകൊണ്ട് പോയിട്ട് കാര്യമൊന്നുമില്ല. വിഷയങ്ങൾ വിഷയാധിഷ്ഠിതമായിട്ട് ചർച്ച ചെയ്യാൻ നിങ്ങൾ തയ്യാറാവുമ്പോൾ ആർട്ടിക്കിൾ 370 സംബന്ധിച്ചിട്ടുള്ള കാര്യത്തിൽ നിങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാവണം. അത് പുനഃസ്ഥാപിക്കണം എന്ന വാദത്തിൽ ഇപ്പോൾ നിങ്ങൾ പുനർവിചിന്തനം നടത്തുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിൽ നിങ്ങൾ ഉത്തരം പറയേണ്ട ബാധ്യതയുണ്ട്. ഇതെല്ലാം നമ്മൾ ഇവിടെ ചോദിക്കണം, പറയണം. അപ്പോൾ ഇത് ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടാവും. പിന്നെ മോദി ഗവൺമെന്റ് വന്നു, ഇതിന് ശേഷം ഇതിൽ മാറ്റങ്ങൾ വരുന്നു എന്ന് പറയുമ്പോൾ ഇന്ന് നിങ്ങൾ പരോക്ഷമായിട്ട് അത് സമ്മതിക്കുകയാണ്. നേരത്തെ അത് പറയുമ്പോൾ നിങ്ങൾ സമ്മതിക്കാറുണ്ടായിരുന്നില്ല. ഇപ്പോൾ സമാധാന